അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബിശ്റഹ്ലി സ്വദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പ്രവാചകത്വം എന്നുള്ള അധ്യായത്തിൻ്റെ 1-ാമത്തെ മൊഡ്യൂളാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം മുതൽ പ്രവാചകത്വം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും മരുമക്കളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. കഅബയുടെ പുനർനിർമ്മാണ വേളയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചു. ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി സൂറത്തുൽ അലക്കിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ അവതരിച്ചതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. വായിക്കുക എന്നുള്ള കൽപ്പനയോടുകൂടിയാണ് ഖുർആൻ അവതരണം ആരംഭിച്ചത്. ആ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമുള്ള കൽപ്പനയല്ല, മനുഷ്യ സമൂഹത്തോട് ഒന്നടങ്കം ഉള്ള കൽപ്പനയാണ്. കാരണം വായനയിലൂടെയാണ് നമ്മൾക്ക് അറിവ് നേടാൻ സാധിക്കുക. ഇൽമ്, ആ ഇൽമിലൂടെയാണ് ഈമാൻ ഉണ്ടാകുന്നത്. അപ്പോൾ സൂറത്തുൽ അലക്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് നിസ്സാരമായ ഒട്ടിപ്പിടിക്കുന്ന ഒരു രക്തക്കട്ടയിൽ നിന്നുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് നൽകിയതിനെക്കുറിച്ച് പറഞ്ഞു. അതുമാത്രമല്ല, ആ അറിവ് തലമുറകളിലേക്ക് കൈമാറാൻ എഴുത്ത് എന്ന വിദ്യ പഠിപ്പിച്ചതിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ഈ ആദ്യത്തെ 5 ആയത്തുകൾ അവതരിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയന്ന് പനി ബാധിച്ചവനെ പോലെ വീട്ടിലെത്തിയതിനെക്കുറിച്ചും ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചതിനെക്കുറിച്ചും അതിനെ തുടർന്ന് ഉറക്കത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴുതി വീണതിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത ആശങ്ക തോന്നി. എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം. ഈ ഉദ്ദേശത്തോടു കൂടി അവർ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതൃ സഹോദര പുത്രനാണ്, കസിൻ ബ്രദർ. അദ്ദേഹത്തിനോട് ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു. അദ്ദേഹം കുറച്ചു നേരം ഒന്ന് നിശബ്ദനായി. അതിനുശേഷം പറഞ്ഞു, മൂസ അലൈഹി ഇസ്ലാമയുടെ അടുക്കൽ വന്ന അതേ ദൂതൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം ഈ ജനതയുടെ പ്രവാചകനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിനോട് ധൈര്യമായിട്ടിരിക്കുവാൻ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് വറഖത്ത് ബിൻ നൗഫൽ ഖദീജ റളിയല്ലാഹു അൻഹയെ യാത്ര അയക്കുകയാണ്. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ വീട്ടിലെത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. പിന്നീട് കുറച്ചു കാലത്തേക്ക് വഹി ഒന്നും വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശങ്കയും ദുഃഖവുമുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ടു. മുകളിലേക്ക് നോക്കിയ അദ്ദേഹത്തിന് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു പീഠത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന നിലയിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമയെ കാണാൻ സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമയെ കണ്ടപ്പോൾ വല്ലാതെ ഭയന്നു. അദ്ദേഹം ഓടി വീട്ടിലെത്തുകയും പുതപ്പിട്ട് മൂടി പുതച്ചു കിടക്കുകയും ചെയ്തു. ഈ സമയത്താണ് സൂറത്തുൽ മുദ്ദസ്സിറിൻ്റെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകൾ അവതരിച്ചത്. സൂറത്തുൽ മുദ്ദസ്സിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിലെ 74-ാമത്തെ അധ്യായമാണ്. മുദ്ദസ്സിർ എന്നാൽ അർത്ഥം പുതച്ചു മൂടിയവൻ എന്നാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഹേ പുതച്ചു മൂടിക്കിടക്കുന്നവനെ, കും ഫ അൻസിർ, എഴുന്നേൽക്കൂ, മുന്നറിയിപ്പ് നൽകൂ, വറബ്ബക ഫകബ്ബിർ, നിന്റെ നാഥൻ്റെ മഹത്വം വിളംബരം ചെയ്യൂ, വസിയാബക ഫത്വഹിർ, നിന്റെ വസ്ത്രങ്ങൾ ശുചിയാക്കി വെക്കൂ, വർ റുജ്സ ഫഹ്ജുർ, അഴുക്കുകളിൽ നിന്നും അകന്നു നിൽക്കൂ, വലാ തംനുൻ തസ്തക്സിർ, കൂടുതൽ കിട്ടാൻ വേണ്ടി ഔദാര്യം ചെയ്യാതിരിക്കൂ, വലി റബ്ബിക ഫസ്ബിർ, നിന്റെ നാഥനു വേണ്ടി ക്ഷമിക്കൂ. ജിബ്രീൽ അലൈഹി സ്വലാമയെ കണ്ട് ഭയന്ന് പുതച്ചു മൂടി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവതരിച്ച ആയത്തുകളാണ്. അല്ലയോ പുതച്ചു മൂടിക്കിടക്കുന്നവനെ, എഴുന്നേൽക്കുക, ജനങ്ങൾക്ക് താക്കീത് നൽകുക. യഥാർത്ഥ മഹത്വം അള്ളാഹുവിന് മാത്രമാണ് എന്ന് ജനങ്ങളെ അറിയിക്കുക. ഇത് ഒരു പ്രവാചകൻ്റെ ഈ ലോകത്ത് നിർവഹിക്കാനുള്ള പ്രാരംഭ ജോലിയാണ്. തൗഹീദിൻ്റെ സന്ദേശം ഉയർത്തിക്കാണിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ദൗത്യം ലഭിക്കുന്ന സന്ദർഭത്തിൽ നിലവിലുള്ള മതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേബ്യൻ ഉപദ്വീപിൽ വിഗ്രഹാരാധനയാണ്. പേർഷ്യൻ സാമ്രാജ്യം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ സൗരാഷ്ട്ര മതമാണ്. അഗ്നി ആരാധിക്കുന്ന ആളുകളാണ്. കൂടാതെ ലോകത്ത് നിലവിലുള്ള 2 മതങ്ങൾ ജൂത ക്രൈസ്തവ മതങ്ങൾ. 2 മതങ്ങളിലും ഒരുപാട് ന്യൂനതകൾ കടന്നുകൂടിയിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന തൗറാത്തിലും
ഈസ അലൈഹി ഇസ്ലാമയ്ക്ക് അവതരിച്ച ഇഞ്ചീലിലും കൈകടത്തലുകൾ സംഭവിക്കുകയും ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സന്ദേശത്തിൽ വളരെയധികം ന്യൂനതകൾ കടന്നുകൂടിയിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലെ ക്രിസ്തുമതത്തെക്കുറിച്ച് ഒരു ക്രിസ്തീയ പുരോഹിതൻ എഴുതിയതായിട്ട് പറയുന്നുണ്ട്. അന്ന് ഏതെങ്കിലും ഒരു ബേക്കറിയിൽ ചെന്നിട്ട് റൊട്ടിയുടെ വില ചോദിക്കുകയാണെങ്കിൽ തിരിച്ച് ഒരു ചോദ്യമായിരിക്കും: പിതാവാണോ പുത്രനാണോ കൂടുതൽ പരിശുദ്ധൻ, താങ്കളുടെ അഭിപ്രായത്തിൽ? അതായത് തൃത്വത്തെക്കുറിച്ചുള്ള തർക്കങ്ങളും വിതർക്കങ്ങളുമായി കഴിയുകയാണ് ക്രിസ്തുമതം. അപ്പോൾ നിലവിലുണ്ടായിരുന്ന വിശ്വാസ സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ സൂറത്തുൽ മുദ്ദസ്സിറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഈ വിശ്വാസങ്ങളിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കുക. മാത്രമല്ല, മക്കയിലെ ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് യാതൊരു ധാർമ്മിക ബോധവും ഉണ്ടായിരുന്നില്ല. സുഖലോലുപതയിൽ കഴിയുകയാണ്. അങ്ങനെയുള്ള സ്വഭാവപരമായിട്ടുള്ള, വിചാരപരമായിട്ടുള്ള, കർമ്മപരമായിട്ടുള്ള എല്ലാ മാലിന്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. മാത്രമല്ല, കൂടുതൽ കിട്ടാൻ വേണ്ടി ഔദാര്യം ചെയ്യാതിരിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ദാനധർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ചില ആളുകൾ പ്രശസ്തിക്ക് വേണ്ടിയാണ് അത് ചെയ്യുക. അതായത് ആളുകൾ പറയും ഇന്നയാൾ വലിയ ദാനധർമ്മിയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഉദ്ദേശം, എന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുക. അല്ലെങ്കിൽ അയാൾക്ക് ഞാൻ ഇന്ന കാര്യം ചെയ്തു, അതിന് പകരമായിട്ട് അയാൾ എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരണം, അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി കൊടുക്കുക. ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. പകരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി വേണം കാര്യങ്ങൾ ചെയ്യാൻ. എപ്പോഴും നിയത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയായിരിക്കണം. ഇനി അടുത്ത ആയത്തിൽ നിന്റെ നാഥന് വേണ്ടി ക്ഷമിക്കൂ. അതായത് ഇങ്ങനെ ഒരു സന്ദേശവുമായി ജനങ്ങൾക്കിടയിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ നല്ല സന്ദേശമാണല്ലോ എന്ന് വിചാരിച്ച് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയല്ല. പകരം വളരെയധികം പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ഈ ഒരു ഘട്ടത്തിൽ വളരെയധികം ക്ഷമ കൈക്കൊള്ളേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ക്ഷമയാണ്. ആ ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക. അതും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള ക്ഷമ തന്നെയാണ്. അപ്പോൾ സൂറത്തുൽ മുദ്ദസ്സിറിൻ്റെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളിൽ പ്രവാചക ദൗത്യത്തിൻ്റെ തുടക്കത്തിലുള്ള നിർദ്ദേശങ്ങളാണ്. ആദ്യം തന്നെ ദൗത്യം എന്തൊക്കെയാണ്? ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, അല്ലാഹു അക്ബർ എന്നുള്ള കാര്യം വിളംബരം ചെയ്യുക. പിന്നീട് അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വസ്ത്രങ്ങൾ ശുചിയാക്കി വെക്കുക, അതായത് ബാഹ്യമായൊരു വൃത്തി, അതുപോലെ തന്നെ ആന്തരികമായ ശുചിത്വവും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആ ദൗത്യവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവസ്ഥ, അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്, ക്ഷമയോടുകൂടി ബുദ്ധിമുട്ടുകളെ നേരിടുക. ഈ വഹി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ലാത്ത തളർച്ച തോന്നാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തളർച്ച കണ്ടിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് പറയുകയാണ്, താങ്കൾ വിശ്രമിച്ചു കൊള്ളുക, ഉറങ്ങിക്കൊള്ളുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് മറുപടി നൽകുകയാണ്, ഉറക്കത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും നാളുകളൊക്കെ കഴിഞ്ഞു ഖദീജ. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാനും അള്ളാഹുലേക്കും അവൻ്റെ ഇബാദത്തിലേക്കും അവരെ ക്ഷണിക്കാനും ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ആരെയാണ് ക്ഷണിക്കേണ്ടത്? ആരാണ് എൻ്റെ ക്ഷണത്തിന് ഉത്തരം നൽകാൻ പോകുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. ഇത് കേട്ടതും ഖദീജ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ വ്യക്തി ഖദീജ റളിയല്ലാഹു അൻഹ ആവുകയാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാം മുസ്ലിങ്ങളായിരുന്നു. അവർ കൊണ്ടുവന്ന സന്ദേശം ഒന്ന് തന്നെയായിരുന്നു, തൗഹീദിൻ്റെ സന്ദേശം. സൂറ ആലി ഇമ്രാൻ്റെ 67-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല, അദ്ദേഹം ഋജുമാനസനായ മുസ്ലിമായിരുന്നു. അതുപോലെ എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന സന്ദേശം ഒന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചു. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമസ്കാരം നിർവഹിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഇത് ഇന്നത്തെ രൂപത്തിലുള്ള നമസ്കാരമല്ല. ഇന്നത്തെ രൂപത്തിൽ 5 വക്ത് നമസ്കാരം മിഅ്റാജിൻ്റെ സമയത്താണ് നിർബന്ധമാക്കിയത്. അതായത് ആകാശാരോഹണത്തിൻ്റെ സമയത്ത്. ഇൻഷാ അല്ലാഹ് ആ ഒരു ഭാഗം വിശദീകരിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. എന്നാൽ തുടക്കത്തിൽ, അതായത് ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൽ രാവിലെയും വൈകുന്നേരവും 2 റക്അത്ത് വീതമുള്ള നമസ്കാരമായിരുന്നു നിർവഹിച്ചിരുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു ആ വീട്ടിലുണ്ട്. അന്ന് 9-10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനാണ് അലി റളിയല്ലാഹു അൻഹു.
ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ അബൂ ത്വാലിബിൻ്റെ പുത്രനാണ്. മക്കയിൽ ഒരു കടുത്ത ക്ഷാമമുണ്ടായ ഒരു സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സംരക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്തു. അതുപോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംരക്ഷണം അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഏറ്റെടുത്തു. അബ്ബാസ് എന്ന് പറയുന്നത് അബൂ ത്വാലിബിൻ്റെ സഹോദരനാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പിതൃ സഹോദരൻ തന്നെയാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഈ വീട്ടിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയും നമസ്കാരം നിർവഹിക്കുന്നത് കണ്ടിട്ട് കുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾ ആരുടെ മുന്നിലാണ് ഈ സുജൂദ് ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദേശത്തെക്കുറിച്ച് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഖുർആൻ വചനങ്ങൾ ഓതി കേൾപ്പിക്കുന്നു. ഇത് കേട്ടപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് എൻ്റെ പിതാവിനോടൊന്ന് കൂടി ആലോചിക്കാനുള്ള സമയം തരണം. അങ്ങനെ അന്ന് രാത്രി ആ കുട്ടിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വളരെയധികം ആലോചനയിലാണ്. നേരം പുലർന്നപ്പോൾ തന്നെ ഇസ്ലാം സ്വീകരിച്ചതായി ആ കുട്ടി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പിതാവിനോട് ചോദിക്കണ്ടേ? അതിന് ആ കുട്ടി പറയുന്നൊരു മറുപടിയുണ്ട്. എന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അള്ളാഹു എന്നെ സൃഷ്ടിക്കുമ്പോൾ എൻ്റെ പിതാവിനോട് ചോദിച്ചിരുന്നില്ല. പിന്നെ ആ അള്ളാഹുവിനെ ആരാധിക്കാൻ ഞാൻ എന്തിനാണ് പിതാവിനോട് ചോദിക്കേണ്ടത്? അങ്ങനെ ആ കുട്ടി ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസയും ഇസ്ലാം സ്വീകരിച്ചു. അതോടെ ആ കുടുംബത്തിലുള്ളവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. കുടുംബത്തിന് പുറത്ത് ആദ്യമായി ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടാണ്. അദ്ദേഹം വളരെ സൽസ്വഭാവിയായ ഒരു മനുഷ്യനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഒരു കച്ചവടക്കാരൻ കൂടിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വലിയ ഒരു ഗുണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വംശാവലിയെക്കുറിച്ച്, അതായത് ജിനിയോളജിയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അറബികൾ പലരും സ്വന്തം വംശത്തെക്കുറിച്ചൊക്കെ കേൾക്കാനും അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാനുമൊക്കെ അദ്ദേഹത്തെ സമീപിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു 5-6 ചെറുപ്പക്കാരോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടതോടെ അവർ 6 പേരും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ത്വൽഹത്ത് ബിൻ ഉബൈദുള്ള, സഅദ് ബിൻ അബി വക്കാസ്, സുബൈർ ബിൻ ലവാം, അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സ്വഹാബികളെക്കുറിച്ച് അഷ്റത്തുൽ മുബശ്ശിരീൻ, അതായത് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട 6 പേരാണ് ഈ പറഞ്ഞ 6 സ്വഹാബികളും. അവരെ കൂടാതെ അബൂബക്കർ, ഉമർ, അലി, സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, ഇവർ 10 പേരാണ് അഷ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള 10 സ്വഹാബികൾ. നമ്മളുടെ പഠനം മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് അവരെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചെങ്കിലും ഇത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഖുറൈശികൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയാൻ സാധിക്കില്ല. വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പരസ്യമായിട്ട് അറിയിച്ചിട്ടില്ല. രഹസ്യമായി മലഞ്ചെരുവിലൊക്കെയാണ് നമസ്കാരം നിർവഹിക്കുന്നത്. അറിഞ്ഞും കേട്ടും സ്ത്രീയും പുരുഷനുമൊക്കെയായിട്ട് ചിലരൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. പല ഖുർആൻ ആയത്തുകളും അവതരിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 3 വർഷത്തോളം കഴിഞ്ഞുപോയി. 3 വർഷത്തിന് ശേഷം പരസ്യപ്രബോധനത്തിനുള്ള കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുകയാണ്. സൂറ അശ്ശുഅറയിലെ 214 മുതൽ 216 വരെയുള്ള ആയത്തുകൾ അവതരിച്ചതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യപ്രബോധനത്തിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് അടുത്ത മൊഡ്യൂളിൽ നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.